ഞാൻ സംബന്ധിച്ചാറിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ ക്രേപ്പ് ഫാബ്രിക്കിൻ്റെ തന്നെ നമ്മുടെ നോർമലി വരുന്ന ടൈപ്പ് ഐറ്റം അല്ല, അതിൽ തന്നെ ഫുള്ളായിട്ട് ഫുൾ ത്രെഡ് വർക്ക്, അത് ഹാൻഡ് വർക്ക് തന്നെയാട്ടോ, ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് മൊത്തത്തിൽ ചെയ്തിരിക്കുന്ന മോഡൽ. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുമുണ്ട്. ബാട്ടിക്കിൻ്റെ പ്രിൻറ്റും ഉണ്ട് കേട്ടോ. ബാട്ടിക്കിൻ്റെ പ്രിൻറ്റ് നമുക്ക് ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട്, ബോട്ടത്തിന് വരും. അതെല്ലാം പ്യോർ ക്രേപ്പാണ് ഫാബ്രിക് വരുന്നത്. ഇതിൽ തന്നെ 2-3 റേറ്റിൽ വരാറുണ്ട്. ഇത് അതിൻ്റെ തന്നെ ഏറ്റവും കൂടിയ ഫാബ്രിക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട നമ്മുടെ സാറിന് വരുന്ന എല്ലാം പ്ലെയിൻ അല്ലായിരുന്നോ, ഇത് ദുപ്പട്ടയ്ക്കകത്ത് മൊത്തം വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വർക്കാട്ടോ, നമ്മുടെ ചിക്കൻ വർക്കിൻ്റെ പോലത്തെ വർക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ലുക്ക് എന്തായാലും ഇതിനുണ്ടാവും. നിങ്ങൾ സാധാരണ ക്രേപ്പ് ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം. ക്രേപ്പ് മാത്രമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് ഒക്കെ വരുന്ന ആൾക്കാർ ഞാൻ ക്രേപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, അതിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റി ഡിസൈൻസ് വരുമ്പോൾ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത്. അല്ലാതാണ് നല്ല കേട്ടോ. ക്രേപ്പ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എടുത്ത് നോക്കണം. ഇടാൻ ഭയങ്കര സുഖമുള്ളൊരു ഫാബ്രിക് ആയത്. നമുക്കിത് വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്യോർ ക്രേപ്പ് ആയതുകൊണ്ട് ശക്കലും ഒന്ന് ചുരുങ്ങും കേട്ടോ. അത് ഒറിജിനൽ ആയതുകൊണ്ടാണ്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്, ഈ ഒരു ഐറ്റം ഒക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, ചിലപ്പോൾ ഉറുമ്പൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒറിജിനൽ സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ടാണ് നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറയണേ. എന്നാലും സ്ഥിരമായിട്ട് ഇത് തന്നെ ഇടുന്നവരുണ്ട്. കാരണം അത് ഇട്ട് നോക്കിയാലേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല ഫാബ്രിക് കേട്ടോ. ഇതാണ് ബോട്ടം വരുന്നത്. ബോട്ടം നല്ല ഭംഗിയായിട്ട് തന്നെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം മെറ്റീരിയൽ ആട്ടോ. സാധാരണ നമ്മൾ ആ റേറ്റിങ്ങിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടത്തിന് സാധാരണ സാറ്റിനോ കോട്ടൺ സിൽക്കോ ഒക്കെ അല്ലേ കൊടുക്കാറ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഈ ഒരു മോഡലിനെല്ലാം ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം പ്യോർ ക്രേപ്പ് തന്നെയായിരിക്കും വെക്കുക. കണ്ടല്ലോ, മൊത്തം ഒരു ഗ്രാൻഡ് ലുക്കുള്ളൊരു ഐറ്റമാണ് കേട്ടോ. സാധാരണ ക്രേപ്പിനേക്കാളും ഒരുപാട് രസമുണ്ട്. കാരണം ഈ ഫുള്ള് വർക്ക് വരുമ്പോഴത്തേനും. ഇതിൻ്റെ നമ്പർ Y288, റേറ്റ് 2280 2280. ഇതിൻ്റെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ബ്ലൂ കളറാട്ടോ. എല്ലാം നല്ല ഷെയ്ഡ്സാണ്. ഇതിൻ്റെ അകത്ത് കളറിന് വ്യത്യാസമുണ്ടോ എനിക്കറിയത്തില്ല. നേരിട്ട് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആട്ടോ. ശരിക്കും കണ്ടാൽ തന്നെ മനസ്സിലാവും ത്രെഡാണെന്നുള്ളത്. ബാട്ടിക്കിൻ്റെ പ്രിൻ്റ് അല്ല, ത്രെഡാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ റേറ്റ് കൂടുതലാണ് കേട്ടോ. സാധാരണ എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡൽ വരുന്നത് 1800 1900 റേഞ്ചിലാണ് ഈ ഒരു പ്രിൻറ്റ് മാത്രമേ വരുന്നത്. അപ്പോൾ ഇത്രയും വർക്ക് കൂടെ കൊടുത്തിട്ട് എന്തായാലും 2200 എന്ന് പറയുന്നത് വലിയ റേറ്റ് അല്ല. ദുപ്പട്ടയ്ക്കകത്തും വർക്കുണ്ട്, അതും പ്ലെയിൻ അല്ല, ഫുൾ ഒരു ത്രെഡ് വർക്ക് മൊത്തം പോയിട്ടുണ്ട്. ബാട്ടിക് പ്രിൻറ്റും ഉണ്ട്, എന്നാൽ ഓവറായിട്ടൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള ഡിസൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതാണ് ബോട്ടം വരുന്നത്. നല്ല ഗ്രാൻഡ് ആയിരിക്കും കേട്ടോ ഇട്ടാൽ. നമ്പർ Y289, റേറ്റ് 2280. നല്ല ചില്ലി റെഡ് കളറാട്ടോ. ചില്ലി റെഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര എടുത്ത് നിൽക്കുന്ന കളറല്ല കേട്ടോ, ഒരു ഡാർക്കായിട്ട് നിൽക്കുന്ന ഒരു റെഡ് ഷെയ്ഡ്. ഒരു രക്ഷയില്ല കേട്ടോ, ഇത് കണ്ടിട്ട് തന്നെ എൻ്റെ കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും നല്ലൊരു റെഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ ദുപ്പട്ട വരുന്ന സെയിം തന്നെ രീതിയിൽ ഫുള്ളായിട്ട് ത്രെഡ് വർക്കും ബാട്ടിക്കിൻ്റെ പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട്. തിരിഞ്ഞു പോയി ഇതുപോലെ കേട്ടോ, പ്രിൻറ്റ് ഇങ്ങനെ വരും. പ്രിൻറ്റിൻ്റെ അകത്തോട്ടും ഇതുപോലെ ത്രെഡ് വർക്ക് അതിൽ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇത് എങ്ങനെ ഇട്ടാലും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ കേട്ടോ. ദുപ്പട്ടയാണെങ്കിലും ടോപ്പും ബോട്ടം എല്ലാം സെയിം ഫാബ്രിക്കാണ്. ബോട്ടത്തിൻ്റെ പ്രിൻറ്റ് ഇതുപോലെ വരും. നമ്പർ Y287, റേറ്റ് 2280. ഫസ്റ്റ് കളർ നിങ്ങൾ ഊഹിച്ച് കാണുമല്ലോ, നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ത്രെഡ് വർക്ക് കുറച്ചുകൂടെ എടുത്ത് നിൽക്കും കേട്ടോ. കുറച്ച് ഗ്രേ മിക്സ് ആയിട്ടുള്ള ഒരു ടോണിലാണ് ചെയ്തേക്കുന്നത്. ബ്ലാക്ക് നല്ല രസമുണ്ട് ആ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട്. ദുപ്പട്ട ഇതുപോലെ അതിൽ ഫുള്ള് വർക്കുണ്ട് കേട്ടോ. ശരിക്കും ജെറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് സെയിം കളർ ത്രെഡിന് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്കത് കാണത്തില്ലായിരിക്കും, നേരിട്ട് കാണാം കേട്ടോ. നല്ല രസമാണ് വർക്ക് കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, പ്യോർ ക്രേപ്പാണ്. എന്തായാലും സ്ഥിരമായിട്ട് ക്രേപ്പ് ഒക്കെ ഇടുന്നവർക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് വേണമെന്നുള്ളവർക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു സെറ്റാണിത്. ഇതിൻ്റെ നമ്പർ വരുന്നത് Y290, റേറ്റ് 2280.